നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ വർധന. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. ആംബുലൻസിന്റെ ബീക്കൺ ലൈറ്റിനടിയിൽ ഒളിപ്പിച്ച് രാസലഹരി കടത്ത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തി വാണിയാമ്പാറയിൽ നിന്ന് ആംബുലൻസിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന പേരിലുള്ള ആംബുലൻസിൽ നിന്നാണ് മാരക മയക്കുമരുന്ന് പിടികൂടിയത്. തിരുവനന്തപുരത്ത് SFI KSU സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ 34 വയസ്സുള്ള ജിതിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. കാർ ഓടിച്ചിരുന്നയാൾ അബദ്ധത്തിൽ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ഉപയോഗിച്ചതാണ് അപകടത്തിന് കാരണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നിന്ന് നേരിയ വർധനയുണ്ട്. 30,563 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 0.16% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് +2വിൽ കൂടുതലുള്ള വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1996 സ്കൂളുകളിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. ഇതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 68.41% ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 86.89% പെൺകുട്ടികളും പരീക്ഷ എഴുതി. സയൻസ് ഗ്രൂപ്പ് 84.55%, ഹ്യൂമാനിറ്റീസ് 66.38%, കൊമേഴ്സ് 74.74% എന്നിങ്ങനെയാണ് വിജയം. സർക്കാർ സ്കൂൾ വിജയശതമാനം 72.66 ആണ്. എയ്ഡഡ് സ്കൂളുകളുടെ വിജയശതമാനം 82.82 ആണ്. 78.18% അൺഎയ്ഡഡ് സ്കൂളുകളുടെ വിജയം. 85.67% സ്പെഷ്യൽ സ്കൂൾ വിജയം. 30,561 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. ടെക്നിക്കൽ ഫലം 72.82%. 50 പേർക്ക് ഫുൾ A+ ലഭിച്ചു. വിജയശതമാനം കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. 84.64%. ഏറ്റവും കുറവ് വിജയശതമാനം കാസർഗോഡ് ജില്ലയിലാണ്. 71.72%. 76 സ്കൂളുകൾ 100% വിജയം നേടി. ഇതിൽ 9 സർക്കാർ സ്കൂളുകളുണ്ട്. മലപ്പുറത്താണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്. 60 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചു. ഇതിൽ 50 പെൺകുട്ടികളും 10 ആൺകുട്ടികളുമാണുള്ളത്. കഴിഞ്ഞ വർഷം 41 പേരായിരുന്നു മുഴുവൻ മാർക്ക് നേടിയത്. ഏറ്റവും കൂടുതൽ A+ നേടിയത് മലപ്പുറം ജില്ലയിലാണ്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുകയെന്ന് മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് പ്രഖ്യാപനം നടത്തിയത്. 77.97%. മുൻ വർഷം ഇത് 77.81%. അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. ഇതിൽ ആൺകുട്ടികൾ വിജയശതമാനം 68.41%, പെൺകുട്ടികൾ വിജയശതമാനം 86.89%. അപ്പോൾ പെൺകുട്ടികളുടെ വിജയശതമാനം ആൺകുട്ടികളെക്കാൾ വളരെ മുന്നിലാണ്. 4.25 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്.
തൃശൂർ പാലക്കാട് ജില്ലാതിർത്തി വാണിയാമ്പാറയിൽ നിന്ന് ആംബുലൻസിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് രാസലഹരി കണ്ടെത്തിയത്. തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 250 ഗ്രാമിലധികം MDMA പിടികൂടി. വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന പേരിലുള്ള ആംബുലൻസിൽ നിന്നാണ് മാരക മയക്കുമരുന്നായ MDMA പിടികൂടിയത്. സംഘം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതിനിടയിൽ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പരിശോധനയ്ക്കൊടുവിലാണ് പ്രതികളെ വലയിലാക്കിയത്. അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനായി ആംബുലൻസിലെ ബീക്കൺ ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് SFI KSU സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തൃശൂരിൽ സിറ്റി കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നാണ് 100-ലധികം പ്രവർത്തകർ അണിനിരന്ന പ്രകടനം ആരംഭിച്ചത്. പഴയ പട്ടാളം റോഡിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷാവസ്ഥയുമുണ്ടായി. ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ സ്ഥലത്ത് നിലയുറപ്പിച്ചു. പോലീസും സംയമനം പാലിച്ചാണ് നിലയുറപ്പിച്ചത്. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹത്തെ മേഖലയിൽ വിന്യസിച്ചിരുന്നു. തൃശൂർ CMS സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ദേശീയതലത്തിൽ ഉയർന്ന നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അനാസ്ഥയ്ക്കെതിരെയും മാർച്ചിൽ പ്രതിഷേധമുയർന്നു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ 34 വയസ്സുള്ള ജിതിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും തുടർന്ന് മലായ ജംഗ്ഷനിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പുറകിലും ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ അയ്യപ്പൻ എന്ന ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ബ്രേക്ക് ചവിട്ടുന്നതിനു പകരം അബദ്ധത്തിൽ ആക്സിലറേറ്റർ ചവിട്ടിയതാണ് വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു. അപകടം നടന്നയുടൻ തന്നെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗവും ഭാഗികമായി തകരുകയും കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ കുറച്ചു സമയത്തേക്ക് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മോദിയുടെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി ഇന്ധനവില വർധനവിനെതിരെ പൂവത്തൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ദിവസത്തിനുള്ളിൽ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ മോദി സർക്കാർ കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനി അംബാനിമാർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്നവരായി മാറി. ഇന്ധനവില ലിറ്ററിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് ദിനം പ്രതി ഇന്ധനവില വർദ്ധിപ്പിച്ചു ലിറ്ററിന് 115 രൂപയിലേക്ക് എത്തിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ 8 രൂപയോളമാണ് വില വർദ്ധിപ്പിച്ചതെന്നും TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, AT സ്റ്റീഫൻ മാസ്റ്റർ, സിജു പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, കോൺഗ്രസ് നേതാക്കളായ അപ്പു ആളൂർ, മീര ജോസ്, NA നൌഷാദ്, P ബാലചന്ദ്രൻ, ജെയ്സൺ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ, ജെറോം ബാബു, BV ജോയ്, ഷാജു തരകൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ DYFI കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ചുങ്കം സെന്ററിൽ നടന്ന പ്രതിഷേധം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M നന്ദീഷ് ഉദ്ഘാടനം ചെയ്തു. DYFI കുണ്ടന്നൂർ മേഖലാ പ്രസിഡന്റ് അശ്വിൻ US അധ്യക്ഷനായ യോഗത്തിൽ മേഖലാ സെക്രട്ടറി R മിഥുൻലാൽ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി
ഇ ആര്യ നന്ദിയും പറഞ്ഞു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സനോജ്, ജിതിൻ, സുരഭി, ഷാഫിഖ്, നവീൻ എന്നിവർ നേതൃത്വം നൽകി. രാസവള വിലവർദ്ധനവ്, രാസവളങ്ങളുടെ ലഭ്യതക്കുറവ് എന്നിങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടിക്കെതിരെ കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി. ചാവക്കാട് ഇമ്പിച്ചിക്കോയ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന ധർണ കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AD ധനീബ്, അബ്ദുൽ കരീം, VV ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി അബ്ബാസ് മാലിക്കുളം സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി PK രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തയ്യൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 1978-79 കാലഘട്ടത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടന്ന സംഗമം അംബിക ഉദ്ഘാടനം ചെയ്തു. KV ബാബു അധ്യക്ഷത വഹിച്ചു. ജനാർദ്ദനൻ, അംബിക, ബാബു, കരുണൻ, ഷൺമുഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം ലക്ഷ്യമിട്ടുള്ള സമഗ്ര പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അമൃത് പദ്ധതിയുടെ ഭാഗമായി വെള്ളിയാങ്കലിൽ നിന്ന് തൃത്താല പമ്പ് ഹൗസിലേക്ക് വെള്ളമെത്തിച്ച് അവിടെയുള്ള ശുദ്ധീകരണശാല വഴി നഗരസഭയിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 40 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനായി നഗരസഭ നടപ്പിലാക്കുന്നത്. തൃത്താല ശുദ്ധീകരണ പ്ലാന്റിനായി 20 കോടി രൂപ അനുവദിക്കുകയും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. കുറുക്കൻപാറയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാകും. അനുവദിച്ച തുക ഉപയോഗിച്ച് പൈപ്പുകളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ കണക്ഷനുകൾ നൽകുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് നഗരസഭയിലെ പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. YMCA ടാങ്ക്, തൃശൂർ റോഡിലെ 2 ടാങ്കുകൾ, നിർമ്മാണം പൂർത്തിയാകുന്ന കുറുക്കൻപാറ ടാങ്ക് എന്നിവയിലൂടെ നഗരസഭയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. പാറയമ്പാടത്തു നിന്നും അയ്യപ്പത്ത് റോഡ് വഴി അടുപ്പൂട്ടിയിലേക്ക് പൈപ്പ് ലൈൻ എത്തിച്ച് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കുക. കുറുക്കൻപാറയിൽ നടക്കുന്ന പദ്ധതിയുടെ പുരോഗതി ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൗൺസിലർമാരായ രുദ്ര രജീഷ്, PV രഞ്ജിത്ത് എന്നിവർ സന്ദർശിച്ച് വിലയിരുത്തി. ഈ പദ്ധതികളിലൂടെ കുന്നംകുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് വരും നാളുകളിൽ വലിയൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. ഈ ഒരു പദ്ധതി പൂർത്തിയാവുന്നതോടെ നഗരസഭയുടെ പകുതിയിലധികം വാർഡുകളിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള വാർഡുകൾക്കും കൂടി പുതിയ പൈപ്പുകൾ ഇടുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൂടി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ ഏകദേശം 350 mm പുതിയ പൈപ്പുകൾ ഇട്ടിരിക്കുകയാണ്. കുറുക്കൻപാറയിലാണ്. ആ പൈപ്പുകൾ ഇടുന്നതിന് അവിടുത്തെ കുറുക്കൻപാറയിലുള്ള കരിങ്കൽ തൊഴിലാളി സഹോദരങ്ങൾ ഉൾപ്പെടെ വലിയ സഹായമാണ്. അവരുടെ പണിസ്ഥലമാണ്. അതെല്ലാം മാറ്റിക്കൊണ്ട് വലിയ സഹകരണത്തോടെയാണ് പുതിയ പൈപ്പുകൾ ഇടുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഗരസഭയുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിലയിൽ ശാശ്വത പരിഹാരം കണ്ടെത്താനാവുമെന്നാണ് നഗരസഭ. തൃശൂർ വിയ്യൂർ പാലത്തിന് സമീപം കാറിലിടിച്ച് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിലിടിച്ചു മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 7:30യോടെയാണ് അപകടം. തൃശൂർ ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വൺവേയിലൂടെ പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാതയിലെ കോൺക്രീറ്റ് ഡിവൈഡറുകളും ഇടിച്ചു തകർത്താണ് റോഡിൽ മറിഞ്ഞത്. ഷൊർണൂർ ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിലാണ് ലോറി ഇടിച്ചത്. അപകടത്തിൽ കാറിന്റെ ഒരു വശം തകർന്നു. ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് റോഡിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായി. പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ലോറിയിൽ നിന്ന് റോഡിലേക്ക് ചോർന്ന ഡീസൽ ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അയിരൂർ ഡിവിഷനിൽ വിജയോത്സവവും ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസും നടന്നു. പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കുമാർ ഉദ്ഘാടനം ചെയ്തു. അയിരൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ AK സുബൈർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിസാർ, യഹിയ അമയം, ഡോക്ടർ ഹിലാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. പെരുമ്പടപ്പ് പഞ്ചായത്ത് അംഗങ്ങളായ റിസ്വാന സഫ, K ഷാജിദ, ബീന സുന്ദരൻ, പൊതുപ്രവർത്തകരായ ജയപ്രകാശ്, നദീം പെരുമ്പടപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ പരിധിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിജയിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ജാബിർ സാദിഖ് സ്വാഗതവും ജാബിർ നന്ദിയും പറഞ്ഞു.
കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 കുന്നംകുളം MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ബാങ്ക് ലോക്കറിന്റെയും കേരള ബാങ്ക് ഭരണസമിതി അംഗം M ബാലാജി ബാങ്ക് കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. 4 കോടി രൂപ ചെലവഴിച്ച് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ആസ്ഥാന മന്ദിരത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 1-ാം നിലയിൽ ബാങ്കിംഗ് സംവിധാനവും 2-ാം നിലയിൽ വിശാലമായ കോൺഫറൻസ് ഹാളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2006-ലാണ് CPM പിടിച്ചെടുത്തത്. കോൺഗ്രസ് ഭരണത്തിൽ 6 കോടി നിക്ഷേപവും 2.22 കോടി രൂപ വായ്പയും 80 ലക്ഷം രൂപ അറ്റനഷ്ടവുമായി C ക്ലാസ് കാറ്റഗറിയിലാണ് ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് 70 കോടി രൂപ നിക്ഷേപവും 50 കോടി രൂപ വായ്പ നൽകുകയും ചെയ്തിട്ടുള്ള ബാങ്ക് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിലാണ് പ്രവർത്തിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, ഭരണസമിതി അംഗം VG ബിജു, സെക്രട്ടറി C ബീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അറിയിപ്പ്. പുന്നിയൂർ കുരഞ്ഞിയൂർ GLP സ്കൂളിൽ LPSA പാർട്ട് ടൈം അറബിക് എന്നീ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 27 ബുധനാഴ്ച രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുമായി LPSA ഇന്റർവ്യൂവിനായും ഉച്ചയ്ക്ക് 2:30 അറബിക് പാർട്ട് ടൈം പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂവിനായും എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും കൊണ്ടുവരണമെന്നും കേട്ടറ്റ് നിർബന്ധമാണെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. PSC ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് സമാപനമായി. പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി നടന്ന ലക്ഷാർച്ചനയ്ക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, ആമലൂർ നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വിശേഷാൽ കളഭാഭിഷേകമുണ്ടായി. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദൂട്ടും ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി, ട്രഷറർ K ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി. കാൽവറി പ്രയർ ഫെലോഷിപ്പിന് നേതൃത്വത്തിലുള്ള സുവിശേഷ യോഗം കല്ലമ്പുറം സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയങ്കണത്തിൽ നടന്നു. വികാരി ഫാദർ ജോബ് സുവിശേഷ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ജിജി ജോസഫ് മുഖ്യ സന്ദേശം നൽകി. കാൽവറി കുന്നംകുളം യൂണിറ്റിന്റെ ഗാന ശുശ്രൂഷ ഉണ്ടായി. കാൽവറി പ്രയർ ഫെലോഷിപ്പ് നേതൃത്വത്തിൽ എല്ലാ 1-ാം ഞായറാഴ്ചയും കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സുവിശേഷ യോഗം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനൊപ്പം ഫുട്ബോൾ ദിനാഘോഷവും മരത്തങ്കോട് CR7 സ്പോർട്സ് ഹബിന്റെ ആഭിമുഖ്യത്തിൽ മധുര വിതരണവും ലഹരി മരുന്ന് വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. MP സിജോ, ലെനി, നീതു, അലി എന്നിവർ സംസാരിച്ചു. കലാം, കുട്ടാപ്പു, റഷീദ്, രതീഷ്, രഞ്ജീഷ്, എബിൻ, സലാം, ചാൾസ്, നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അറിയിപ്പ്. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെയും അനധ്യാപകരെയും നിയമിക്കുന്നു. LP വിഭാഗത്തിൽ LPSTA, ജൂനിയർ അറബിക് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ്, ഹിന്ദി, ഓഫീസ് വിഭാഗത്തിൽ ക്ലർക്ക്, ഓഫീസ് അസിസ്റ്റന്റ്, FTM എന്നിവരെയും നിയമിക്കുന്നു. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിൽ ഹാജരാകണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പുന്നൂർ അകലാട് മർക്കസ് സക്കാഫത്തിൽ ഇസ്ലാമിയ മദ്രസയുടെ നേതൃത്വത്തിൽ ബി ഫ്രണ്ട് വൊക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂട്ടായ്മയിലൂടെയും പരസ്പര സഹകരണങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പിൽ മദ്രസയിലെ 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഹംസ മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ഷമീർ സുഹ്രി അധ്യക്ഷത വഹിച്ചു. മർക്കസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അകലാട് മർക്കസ് സദർ റിഷാദ് സക്കാഫി പരൂർ, നദീർ മാഷ്, റഫീഖ് ഹസനി, കബീർ സക്കാഫി, ഷിഫാസ് ഹസനി, താഹിർ ഹസനി തുടങ്ങിയവർ സെഷനുകൾക്ക് നേതൃത്വം നൽകി. അസ്സാൻ ഹാഷിമി സ്വാഗതവും നാസർ ഫാളിലി നന്ദിയും പറഞ്ഞു. മറ്റൊരു അറിയിപ്പ്. പുന്നൂർ തെക്കിനിയടുത്തപടി ഗവൺമെന്റ് LP സ്കൂളിൽ 2026-2027 അധ്യയന വർഷങ്ങളിൽ
ഫുൾ ടൈം അറബിക് ടീച്ചറുടെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. അസൽ രേഖകളും പകർപ്പും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 66 97 03 എന്ന നമ്പറിലോ സ്കൂളുമായോ ബന്ധപ്പെടുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,565 രൂപ. സ്വർണം പവന് 1,16,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചർമ്മം തയ്യൂർ എളാട്ട് പീടികയിൽ കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ ഖദീജ നിര്യാതയായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച കാലത്ത് 8 മണിക്ക് എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടക്കും. സുബൈർ, ഉമ്മർ, ഫാത്തിമ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്ത. സംസ്ഥാനത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. വിജയ ശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നിന്ന് നേരിയ വർധന. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. ആംബുലൻസിന്റെ ബീക്കൺ ലൈറ്റിനടിയിൽ ഒളിപ്പിച്ച് രാസലഹരി കടത്ത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തി വാണിയാമ്പാറയിൽ നിന്ന് ആംബുലൻസിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാറൂൺ എന്ന പേരിലുള്ള ആംബുലൻസിൽ നിന്നാണ് മാരക മയക്കുമരുന്ന് പിടികൂടിയത്. തിരുവനന്തപുരത്ത് SFI KSU സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കാറിലെ യാത്രക്കാരൻ നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ 34 വയസ്സുള്ള ജിതിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. കാർ ഓടിച്ചിരുന്നയാൾ അബദ്ധത്തിൽ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ഉപയോഗിച്ചതാണ് അപകടത്തിന് കാരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.